ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടടുത്തായി കുഴുവേലിപ്പടി എന്ന ജംഗ്ഷനിൽ നിന്നും വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു 4 ബെഡ്റൂം ലക്ഷറി വീടിൻ്റെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 6 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 2750 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 8.5 കിലോമീറ്റർ ദൂരമാണ് വരുന്നത്. കൂടാതെ ബസ് സ്റ്റോപ്പിലേക്ക് വരുന്നതും 1/2 കിലോമീറ്ററും. ഇടപ്പള്ളി, കളമശ്ശേരി, ആലുവ എന്നീ ഭാഗങ്ങളിലേക്കെല്ലാം ഇവിടെ നിന്ന് നമുക്ക് വളരെ വേഗത്തിൽ എത്തിച്ചേരാവുന്നതാണ്. മനോഹരമായൊരു കണ്ടംപററി സ്റ്റൈൽ എലവേഷൻ തന്നെയാണ് വീടിന് നൽകിയിരിക്കുന്നത്. 100% നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് പണിതിരിക്കുന്നത്. വീതിയുള്ള ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. LED ലൈറ്റുകളും ടെക്സ്ചർ ഡിസൈനൊക്കെ കൊടുത്ത് ഭംഗിയാക്കി തന്നെയാണ് ചുറ്റുമതിൽ പണിതിരിക്കുന്നത്. GA ട്യൂബിൽ നിർമ്മിച്ചിരിക്കുന്ന വലിയൊരു സ്ലൈഡിംഗ് ഗേറ്റും ചെറിയൊരു ഫോൾഡിംഗ് ഗേറ്റുമായിട്ടാണ് വീടിൻ്റെ ഗേറ്റുകൾ നിർമ്മിച്ചിരിക്കുന്നത്. മെയിൻ ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിൻ്റെ കവേർഡ് കാർ പാർക്കിംഗ് ഏരിയയിലേക്കാണ്. ചുറ്റുഭാഗമെല്ലാം ആവശ്യത്തിന് സ്പേസ് വിട്ടുകൊണ്ട് തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. UPVC പോലെയുള്ള മോഡേൺ മെറ്റീരിയൽസ് എല്ലാം യൂസ് ചെയ്താണ് വിൻഡോസ് എല്ലാം ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് ഈ വീടിൻ്റെ 2ാമത്തെ കാർ പാർക്കിംഗ് ആണ്. ഇവിടെയും ഒരു ഇന്നോവ കാർ നമുക്ക് സുഖമായി പാർക്ക് ചെയ്യാവുന്നതാണ്. ഈ വീടിൻ്റെ പ്രധാന ജലസ്രോതസ് എന്ന് പറയുന്നത് കിണറുവെള്ളം തന്നെയാണ്. കൂടാതെ KWA വാട്ടർ കണക്ഷനും ഇവിടെ അവൈലബിൾ ആണ്. വീടിൻ്റെ വലതുവശത്തായി മനോഹരമായ ഒരു ഗാർഡൻ ഏരിയ തന്നെയാണ് ബിൽഡർ സെറ്റ് ചെയ്തിരിക്കുന്നത്. പെബിൾസ് എല്ലാം വിരിച്ച് ബൗണ്ടറിയിലായി നല്ല ഗാർഡൻ വർക്കൊക്കെ കൊടുത്ത് വളരെ ആകർഷകമായ രീതിയിൽ തന്നെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ എൻട്രൻസിനോട് തൊട്ടു ചേർന്ന് തന്നെ ഇവിടെയും ചെടികളെല്ലാം കൊടുത്ത് വളരെ ഭംഗിയാക്കി തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എലവേഷന് ഭംഗി കൂട്ടുന്നതിനായിട്ട് മെയിൻ പങ്ക് വഹിക്കുന്നത് ഈ വീടിൻ്റെ ടെക്സ്ചർ ഡിസൈനുകൾ തന്നെയാണ്. കൂടുതൽ വിശേഷങ്ങൾക്കായി നമുക്കിനി ഈ വീടിൻ്റെ അകത്തേക്കൊന്ന് കടന്നു ചെല്ലാം. മോഡേൺ ഡിസൈനിൽ സിംഗിൾ ഡോർ ആയിട്ടാണ് ഇവിടെ മെയിൻ ഡോർ നിർമ്മിച്ചിരിക്കുന്നത്. ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിൻ്റെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. ഭംഗിയുള്ളൊരു പാർട്ടീഷൻ വർക്കൊക്കെ ഇവിടെ നമുക്ക് കാണാം. ഏകദേശം 14 അടിയോളം നീളം വരുന്ന വലിയൊരു ലിവിംഗ് ഏരിയ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ലിവിംഗ് ഏരിയ വളരെ സ്പേഷ്യസ് ആയാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഇതൊരു ഡബിൾ ഹൈറ്റഡ് ഏരിയയ്ക്കാണ് ബിൽഡർ നൽകിയിരിക്കുന്നത്. 15 മുതൽ 20 വർഷം വരെ വാറണ്ടിയുള്ള ട്രീറ്റഡ് മറൈൻ പ്ലൈവുഡ്സ് ആണ് ഇവിടെ കബോർഡിനായി യൂസ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ കടന്നു ചെല്ലുന്നത് ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയയിലേക്കാണ്. ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ നമുക്ക് ഈ ഡൈനിങ് ഏരിയയിൽ സുഖമായി ഇടാവുന്നതാണ്. മനോഹരമായൊരു സീലിംഗ് വർക്കും നമുക്ക് ഈ ഏരിയയിൽ കാണാം. ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്തായി മുഴുവനായി സ്ലൈഡ് ചെയ്ത് തുറക്കാവുന്ന ഒരു വിൻഡോയാണ് കൊടുത്തിരിക്കുന്നത്. തീർച്ചയായും ഒരു ആർക്കിടെക്റ്റ് വർക്കിൻ്റെ എല്ലാ ക്വാളിറ്റിയും നമുക്ക് ഈ വീട്ടിലുടനീളം കാണാൻ സാധിക്കുന്നുണ്ട്. ഡൈനിങ് ഏരിയയുടെ എതിർവശത്തായി സ്റ്റെയർവേക്ക് താഴെ ഒതുങ്ങി മാറി തന്നെ നല്ലൊരു പാനലിംഗ് വർക്കൊക്കെ കൊടുത്ത് സെറ ബ്രാൻഡിൻ്റെ ഫിറ്റിംഗ്സോട് കൂടിയാണ് ഇവിടെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീടിൻ്റെ കിച്ചണിലേക്കാണ്. മോഡേൺ ലക്ഷറി ലുക്കിൽ തന്നെയാണ് ഈ വീടിൻ്റെ കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കിച്ചണിലേക്കുള്ള എൻട്രൻസിലായി നല്ലൊരു ക്രോക്കറി യൂണിറ്റ് നമുക്കിവിടെ കാണാം. അതിന് മുകളിലായി ചെറിയൊരു സ്റ്റോറേജ് സ്പേസും ബിൽഡർ കൊടുത്തിട്ടുണ്ട്. കിച്ചണിലേക്കുള്ള എൻട്രൻസിലായി സിലിണ്ടർ ടൈപ്പ് ഹാങ്ങിങ് ലൈറ്റുകളും പ്രൊഫൈൽ ലൈറ്റ് എല്ലാം കൊടുത്ത് ഭംഗിയാക്കി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കൃത്യമായി വാസ്തുപരമായി തന്നെയാണ് വീടിൻ്റെ അടുക്കള അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഗ്രീൻ ആൻഡ് വുഡൻ കളർ കോമ്പിനേഷനിലാണ് കിച്ചൺ കബോർഡ് കൊടുത്തിരിക്കുന്നതും. മുകളിലും താഴെയുമായി ആവശ്യത്തിന് കബോർഡ് വർക്കുകളും ഇവിടെ നൽകിയിട്ടുണ്ട്. ഫൈബർ ബ്രാൻഡിന്റെ ചിമ്മിണിയും ഗ്യാസ് സ്റ്റവും ബിൽഡർ കസ്റ്റമർക്കായി ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡബിൾ ഡോർ ഫ്രിഡ്ജ് വെക്കുന്നതിനായിട്ടുള്ള ഒരു പ്രത്യേക ഡെഡിക്കേറ്റഡ് സ്പോട്ടും ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്കിനി വീട്ടിലെ 1ാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. 12 അടിയോളം നീളം വരുന്ന വളരെ സ്പേഷ്യസ് ആയ ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നല്ലൊരു പ്ലെയിൻ സീലിംഗ് വർക്കും നമുക്ക് ഈ റൂമിൽ കാണാം. ബെഡ്റൂമിന്റെ വെന്റിലേഷനോട് ചേർന്ന് ഇവിടെ ബേ വിൻഡോയും ബിൽഡർ സെറ്റ് ചെയ്തിട്ടുണ്ട്. 4 പാളികൾ വരുന്ന വലിയൊരു വാർഡ്രോബ് തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതിനോട് കൂടെ തന്നെ ഒരു ഡ്രസ്സിംഗ് ടേബിളും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. വെറ്റ് ആൻഡ് ഡ്രൈ ആക്കി തിരിച്ച് ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്താണ് ഇവിടെ ബാത്റൂം വർക്ക് ചെയ്തിരിക്കുന്നത്. സിറ ബ്രാൻഡിന്റെ പ്രീമിയം ഫിറ്റിംഗ്സ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നതും. ഈ വീടിന്റെ ബാത്റൂമിലായി സീലിംഗ് ഫാനും കൂടാതെ ഹീറ്ററും ബിൽഡർ നൽകിയിട്ടുണ്ട്.
ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഏകദേശം 12 അടിയോളം നീളത്തിൽ തന്നെയാണ് ഈ ബെഡ്റൂം നൽകിയിരിക്കുന്നത്. ഈ ബെഡ്റൂമിനും ബിൽഡർ ഒരു ബേ വിൻഡോ നൽകിയിട്ടുണ്ട്. 4 പാളികളുള്ള വലിയൊരു വാർഡ്രോബ് നമുക്ക് ഈ റൂമിലും കാണാൻ സാധിക്കുന്നുണ്ട്. മനോഹരമായൊരു പ്ലെയിൻ സീലിംഗ് വർക്ക് തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം. നല്ലൊരു ടൈൽ കളർ കോമ്പിനേഷൻ തന്നെയാണ് ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. ഈ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ നമ്മൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് പോയി നോക്കാം. GA ട്യൂബിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ഹാൻഡ് റെയിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്റ്റെയർവേ മുഴുവനായി തന്നെ ഓട്ടോമേറ്റഡ് പ്രൊഫൈൽ LED ലൈറ്റുകളും നമുക്കിവിടെ കാണാം. വലിയൊരു വെന്റിലേഷനും കൂടാതെ നല്ലൊരു ഹാങ്ങിങ് ലൈറ്റും നമുക്ക് ഈ ഭാഗത്തായി കാണാം. സ്റ്റെയർവേ കയറി നമ്മൾ നേരെ ചെല്ലുന്നത് ഈ വീടിന്റെ അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. ഇവിടെ നിന്ന് നമുക്ക് ഈ വീടിന്റെ ഡബിൾ ഹൈറ്റഡ് ഏരിയയുടെ വ്യൂ ലഭിക്കുന്നതാണ്. മനോഹരമായൊരു ഷാൻലിയറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. 16 അടിയിലധികം നീളം വരുന്ന വളരെ സ്പേഷ്യസ് ആയ ഒരു അപ്പർ ലിവിംഗ് ഏരിയ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നല്ലൊരു TV യൂണിറ്റും നമുക്കിവിടെ കാണാം. നമ്മളിനി കടന്നു ചെല്ലുന്നത് ഈ വീടിന്റെ യൂട്ടിലിറ്റി സ്പേസോ അല്ലെങ്കിൽ ഒരു ബാൽക്കണിയായോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. GA ട്യൂബിൽ നല്ല മനോഹരമാക്കി തന്നെയാണ് ഹാൻഡ് റെയിൽ വർക്കെല്ലാം നൽകിയിരിക്കുന്നത്. ബാൽക്കണിയുടെ ഒരു കോർണറിലായി ഇവിടെ വാഷ് കൗണ്ടറും അതിന് താഴെയായി സ്റ്റോറേജ് സ്പേസും ബിൽഡർ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഏകദേശം 12 അടിയോളം നീളം വരുന്ന വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. താഴ്ഭാഗത്തെ ബെഡ്റൂം പോലെ തന്നെ ഇവിടെയും ബിൽഡർ ബേ വിൻഡോ നൽകിയിട്ടുണ്ട്. 3 പാളികൾ കൊടുത്തുകൊണ്ടുള്ള വലിയൊരു വാർഡ്രോബും നമുക്ക് ഈ റൂമിൽ കാണാം. വെറ്റ് ആൻഡ് ഡ്രൈ ആക്കി തിരിച്ച് അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ബാത്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീട്ടിലെ നാലാമത്തെയും അവസാനത്തെയും ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഈ വീടിന്റെ എല്ലാ ബെഡ്റൂമുകളും ഏകദേശം 12 അടിയിൽ കൂടുതൽ നീളത്തിൽ വളരെ സ്പേഷ്യസ് ആക്കി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 3 പാളികൾ നൽകിക്കൊണ്ടുള്ള വലിയൊരു വാർഡ്രോബും അതിനോടുകൂടെ തന്നെ ഡ്രസ്സിംഗ് ടേബിളും ബിൽഡർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിന്റെ മറ്റൊരു പ്രത്യേകത കൂടിയാണ് ഇവിടെ ബിൽഡർ ഒരു ബെഡ്റൂം ബാൽക്കണി കൂടി ഒരുക്കിയിട്ടുണ്ട്. ബെഡ്റൂം ബാൽക്കണിയും മെയിൻ ബാൽക്കണിയും കണക്ഷൻ വരുന്ന രീതിയിലാണ് ബിൽഡർ ഇവിടെ ബാൽക്കണി സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തു നിന്നാണ് വീടിന്റെ ടെറസിലേക്ക് പോകാനുള്ള എൻട്രൻസ് നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീട്ടിലെ അവസാന ഭാഗമായ മെയിൻ ബാൽക്കണിയിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. 20 അടിയോളം നീളത്തിൽ വളരെ വലിയൊരു ബാൽക്കണി തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ടഫൺ ഗ്ലാസ് ഇട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ടോപ്പ് കൊടുത്താണ് ഹാൻഡ് റെയിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഈ മനോഹരമായ ലക്ഷറി വീടിന്റെ എല്ലാവിധ വിശേഷങ്ങളും നമ്മൾ ഏകദേശം പങ്കുവച്ചു കഴിഞ്ഞു. നമുക്കിനി അറിയേണ്ടത് ഈ വീടിന്റെ വിലയെ പറ്റിയാണ്. 6 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2750 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമാക്കി നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 1,30,00,000 രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ വീട് ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നുവെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.